ഇപ്പോൾ വന്ന് ഫോണിൻ്റെയൊക്കെ ആയുസ് ഇങ്ങനെ കുറഞ്ഞു വരുന്ന പോലെ തോന്നുന്നില്ലേ? അതായത് ഓരോ അപ്ഡേറ്റ് കഴിയുമ്പോഴും ഫോൺ ഭയങ്കര സ്ലോ ആവുക, ക്യാമറ ക്വാളിറ്റി പോവുക, ഇങ്ങനെയൊക്കെ തോന്നാറില്ലേ നിങ്ങൾക്ക്? ആക്ച്വലി ഇത് കമ്പനികൾ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതായത് പ്ലാൻഡ് ഒബ്സൊലീൻസ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. പണ്ട് കാലങ്ങളിൽ ഈ ലൈറ്റ് ബൾബൊക്കെ ഇല്ലേ, ഒരുപാട് കാലം കത്തി നിൽക്കുമായിരുന്നു. അപ്പോൾ കമ്പനികൾക്ക് സെയിൽ നടക്കില്ല. അപ്പോൾ അവരുണ്ടാക്കിയ എല്ലാവരും കൂടെ ചേർന്നൊരു ഉണ്ടാക്കിയ സംഭവമാണ് ഈ പ്ലാൻഡ് ഒബ്സൊലീൻസ്. അതായത് ലൈഫ് സ്പാൻ കുറയ്ക്കുക ലൈറ്റ് ബൾബിൻ്റെ. അപ്പോൾ കൂടുതൽ സെയിൽ നടക്കും. ഇത് പിന്നീട് ഇലക്ട്രോണിക് കമ്പനികളെല്ലാം ഏറ്റുപിടിച്ചു. എല്ലാ കമ്പനികളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആപ്പിൾ ഇത് ചെയ്യുന്നുണ്ടെന്ന് ആക്ടിവിസ്ഡ് ആയിട്ട് പബ്ലിക്കലി അവർ അക്സെപ്റ്റ് ചെയ്തതാണ് അവരിത് ചെയ്യുന്നുണ്ടെന്ന്. ഇതിപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ രാവിലെ എൻ്റെ ഫോൺ കുത്തിവെച്ചു. ഞാൻ യൂസ് ചെയ്യുന്ന ഫോൺ S24 അൾട്രയാണ്. ഇത് കുത്തിവെച്ചിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടും ഫോൺ ചാർജ് ആവുന്നില്ല. 36% തന്നെ നിൽക്കുകയാണ്. സംഭവം എനിക്ക് മനസ്സിലായി. ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പം അത് ഓക്കെ ആയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഫോണിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ആ അപ്ഡേറ്റ് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നൊരു ബഗ്ഗാണിത്. നിങ്ങളുടെ എല്ലാവരുടെയും ഫോണിലുണ്ടായിരിക്കും. ഓരോ ഫോണിനും വ്യത്യാസമായിരിക്കും, ചെറിയ ചെറിയ രീതിയിൽ. അപ്പം പറഞ്ഞു വരുന്ന ഇത്രയാണ്. ഇത്രയും വില കൊടുത്ത് നമ്മൾ ഫോണുകൾ വാങ്ങിയാലും ആ ഫോൺ 1-2 കൊല്ലത്തിൽ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് കമ്പനികൾ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നൊരു പരിപാടിയാണിത്. ഇതെല്ലാ കമ്പനികളും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി. ഇതിന് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. S23 അൾട്ര അല്ലെങ്കിൽ S23 സീരീസുകളിലെല്ലാം ഗ്രീൻ ലൈൻ, പിങ്ക് ലൈൻ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം S25 ഇറങ്ങിയല്ലോ. ഇനി S26 ഇറങ്ങുന്ന സമയത്ത് S24 ഗ്രീൻ ലൈൻസ് വരും. നിങ്ങൾ എഴുതി വെച്ചോ. അതുപോലെ തന്നെ നമുക്ക് 3G നല്ല സ്പീഡായിരുന്ന സമയത്തല്ലേ 4G വന്നിരുന്നത്. അപ്പോൾ 3Gക്ക് തീരെ സ്പീഡില്ലാന്ന് തോന്നി, 4Gക്ക് സ്പീഡുള്ള പോലെ തോന്നി. 5G വന്ന സമയത്ത് 4Gക്ക് ഒട്ടും സ്പീഡില്ലാന്ന് തോന്നി. ഇനി 6G വരുന്ന സമയത്ത് 5Gക്ക് ഒട്ടും സ്പീഡില്ലാന്ന് തോന്നും. ഇത് മനഃപൂർവ്വം സ്പീഡ് കുറയ്ക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇനി ഫോൺ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ഇഷ്യൂസ് ഒന്നും ഇല്ലയെന്ന് വിചാരിക്കേണ്ട. അപ്പോൾ ആപ്ലിക്കേഷൻസ് എല്ലാം അപ്ഡേറ്റ് ആവും. ഫോൺ അപ്ഡേറ്റ് ആയില്ലെങ്കിൽ ഇത് മിസ്സിംഗ് ആവില്ല. അപ്പോൾ ലാഗ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഫീൽ ആവും. അപ്പോൾ നമ്മൾ ഫോൺ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ഇവഞ്ച്വലി ഇഷ്യൂസ് വരും, ഫോൺ കേടാവും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് ആർക്കെങ്കിലും ഒക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് അയച്ചിട്ട് കൊടുക്കുക. അവരും കൂടെ അറിഞ്ഞിരിക്കട്ടെ. ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ.